നെല്ല് സംഭരണത്തിൽ സർക്കാരിനെ വിമർശിച്ച കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക. നെൽപ്പാടങ്ങളിൽ കൊയ്ത്തിന് പിന്നാലെ കണ്ണീർ കൊയ്ത്തിന്റെ കാലമാണെന്ന മുഖപ്രസംഗം. 10 കൊല്ലം കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് മുഖപ്രസംഗത്തിൽ നന്നായി വിമർശിക്കുന്നുണ്ട്. ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന്. ടോബി, ഒരു ടൈറ്റിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ 10,000 പെറണം എന്നാണ് ദീപികയുടെ ടൈറ്റിൽ പോകുന്നത്. പറയൂ ടോബി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പർ കുട്ടനാട് ഈ കോട്ടയം ജില്ലയോടൊക്കെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നെൽകർഷകരുടെ പ്രശ്നം എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞത് ഈ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് ഇട്ട് കഴിയുമ്പോൾ അത് ഈ മില്ലുടമകൾ കൃത്യമായി സംഭരിക്കാതെ വരുന്നൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 100 കിലോ സംഭരിച്ചു കഴിഞ്ഞാൽ 68 കിലോയോളം സർക്കാരിന് തിരിച്ചു നൽകണം, അരിയായിട്ട് തിരിച്ചു നൽകണമെന്നാണ്. ആ കാര്യത്തിലുള്ള ചില തർക്കങ്ങളാണ് പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നത്. സർക്കാർ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിരുന്നു. 65 കിലോ നൽകിയാൽ മതി എന്നൊക്കെ. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്ക് 64 കിലോ വരെയൊക്കെ കുറച്ചു കൊടുക്കണമെന്നൊരു ആവശ്യം മില്ലുടമകൾ വെക്കുന്നതോടുകൂടിയാണ് ഈ പ്രശ്നം നീണ്ടുപോയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ദീപികയുടെ എഡിറ്റോറിയലുണ്ട്. അതുപോലെ തന്നെ വിമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷം കഴിയുന്നു. ഇത്രയും നാളായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ 10,000 പറയേണ്ട ഗതികേട് വരും. മലയാളികൾക്ക് ചോറുണ്ണണമെങ്കിൽ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്നാണ് ഈ എഡിറ്റോറിയൽ വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാർ എത്രയും പെട്ടെന്ന് തയ്യാറാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ കാര്യമായി എടുത്ത് ഒരു പരിഹാരം കാണണമെന്നാണ് എഡിറ്റോറിയലിൽ പറയുന്നത്. താങ്ക് യു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.